ശ്രീ സനീഷ് കുമാർ ജോസഫ് നൽകിയിട്ടുള്ള നോട്ടീസ് പ്രമേയം. സനീഷ് കുമാർ ജോസഫിന് പ്രമേയം അവതരിപ്പിക്കുന്നതാണ്. സർ, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കുക. മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രികൾ ഏറെയുണ്ടെങ്കിലും ഗവേഷണ സ്ഥാപനമില്ലാത്തത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ പരിമിതിയാണ്. ഹൃദ്രോഗ ഗവേഷണം നടത്തുന്ന തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് അങ്ങനെയുള്ള ഏക സ്ഥാപനം. പ്രമേഹ രോഗികളിൽ രാജ്യത്ത് മുന്നിൽ, സ്ത്രീകളിലെ തൈറോയ്ഡ് ക്യാൻസർ രണ്ടാമത് എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ സ്ഥിതി. നിപ്പ, സിക്ക അടക്കം ലോകത്ത് മറ്റിടങ്ങളിലുള്ള രോഗങ്ങളെല്ലാം ഇവിടെയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ എയിംസ് വന്നാൽ ഗുണമേന്മയുള്ള വിദഗ്ധ ചികിത്സയും വൈറോളജിയിലും രോഗങ്ങളിലും ഗവേഷണവും വിദഗ്ധ ഡോക്ടർമാരും ലോകോത്തര ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനവും കേരളത്തിന് ലഭിക്കും. ആരോഗ്യ മേഖലയിലെ കുതിപ്പിന് കേരളത്തിന് എയിംസ് അത്യന്താപേക്ഷിതമാണ്. റോഡും കുടിവെള്ളവുമുള്ള 200 ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് 2014 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ്. ഉചിതമായ സ്ഥലം ശുപാർശ ചെയ്യാത്താണ് എയിംസ് അനുവദിക്കുന്നത് തടസ്സമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എയിംസ് സ്ഥാപിക്കുവാൻ സംസ്ഥാനത്ത് ഏറ്റവും അനുയോജ്യമായ പ്രദേശം തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയാണ്. കേരളത്തിൻ്റെ മധ്യഭാഗത്തായി ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കൊരട്ടി. പൂട്ടിപ്പോയ കേന്ദ്ര ഗവൺമെൻറ് പ്രസ്, വൈഗ ത്രെഡ്സ്, തിരുമുടിക്കുന്ന് ത്വക്ക് ആശുപത്രി 100 ഏക്കർ ഉൾപ്പെടെ ഏതാണ്ട് 258 ഏക്കർ ഭൂമി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാതെ സർക്കാർ ഭൂമിയിൽ തന്നെ എയിംസ് നിർമ്മിക്കുവാൻ കഴിയും. കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരം, ചാലക്കുടി പുഴ അടക്കമുള്ള നിരവധി അനുകൂല ഘടകങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കുവാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ സനീഷ് കുമാർ ജോസഫിന് സംസാരിക്കാവുന്നതാണ്. 10 മിനിറ്റ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയം ഭരണാധികാരമുള്ള സർക്കാർ പബ്ലിക് മെഡിക്കൽ കോളേജുകളുടെ ഒരു കൂട്ടമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പാർലമെൻറ്റ് നിയമം വഴി ഈ സ്ഥാപനങ്ങളെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. 1956 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആക്ട് അനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. സർ, ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് 1956 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് സ്ഥാപിച്ചത്. 2003 കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം ഇന്ത്യയിലെ ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയിലെ പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നാണ് എയിംസിൻ്റെ ലക്ഷ്യം എന്ന് നിർവചിച്ചു. 2006 മാർച്ചിൽ പട്ന, ഭോപ്പാൽ, റായ്പൂർ, ഭുവനേശ്വർ, ഋഷികേശ് എന്നിവിടങ്ങളിൽ എയിംസ് അനുവദിച്ചു. 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 24 എയിംസുകൾ 2025 പ്രവർത്തനക്ഷമമാകുമെന്ന് അറിയിച്ചു. അരുണാചൽ പ്രദേശ്, ഗോവ, കർണാടകം, കേരളം, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ എയിംസ് ആരംഭിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രികൾ ഏറെയുണ്ടെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കേരളത്തിന് പോരായ്മയാണ്. ഹൃദ്രോഗ ഗവേഷണം നടത്തുന്ന തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഏക സ്ഥാപനം. പ്രമേഹ രോഗികളിൽ രാജ്യത്ത് മുന്നിൽ, സ്ത്രീകളുടെ തൈറോയ്ഡ് ക്യാൻസർ രണ്ടാമത് എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ സ്ഥിതി. നിപ്പ, സിക്ക അടക്കം ലോകത്ത് മറ്റിടങ്ങളിലുള്ള രോഗങ്ങളെല്ലാം ഇവിടെയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എയിംസ് വന്നാൽ ഗുണമേന്മയുള്ള വിദഗ്ധ ചികിത്സയും വൈറോളജിയിലും രോഗങ്ങളും ഗവേഷണവും വിദഗ്ധ ഡോക്ടർമാരും ലോകോത്തര ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനവും കേരളത്തിന് ലഭിക്കും. ആരോഗ്യ മേഖലയിലെ കുതിപ്പിന് കേരളത്തിന് എയിംസ് അത്യന്താപേക്ഷിതമാണ്. റോഡും എയിംസ് കേരളത്തിൽ വേണമെന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യമാണ്. എയിംസ് കേന്ദ്രം കേരളത്തിന് അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ഒരു പ്രദേശത്ത് അത് സ്ഥാപിക്കണം എന്നതല്ലേ നമ്മുടെ ആവശ്യവും ആഗ്രഹവും എന്ന അഭിപ്രായത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? സനീഷ് കുമാർ. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലാ ആളുകൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥലം എന്നുള്ള രീതിയിലാണ് കൊരട്ടി എന്ന പ്രദേശത്തെ നമ്മൾ സൂചിപ്പിച്ചത്. കാസർഗോഡ് നിന്നും അതുപോലെ തിരുവനന്തപുരത്തും ഒരേ സമയം എത്തിച്ചേരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റോഡ് ഗതാഗതവും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ദേശീയപാതയോട് ഒക്കെ ചേർന്ന് കിടക്കുന്ന
ഒരു പ്രദേശമാണ് ഈ പ്രദേശം. സാധാരണഗതിയിൽ ഈ ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് റോഡും കുടിവെള്ളവുമുള്ള 200 ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് 2014 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാണ്. കേരളത്തിലെ എയിംസ് അനുവദിക്കുന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ്. ഉചിതമായ സ്ഥലം ശുപാർശ ചെയ്യാത്തത് മൂലമാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ കൊരട്ടിയിലുള്ള സ്ഥലം ഏറ്റവും അനുയോജ്യ പ്രദേശം കൊരട്ടിയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒരേ സമയം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് കൊരട്ടിയുടെ പ്രത്യേകത. എറണാകുളം ജില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് കൂടി ഈ സർക്കാർ മേഖലയിൽ ചികിത്സ ലഭ്യമാകുന്നത് ഏറ്റവും ഗുണകരമാണ്. സാർ, എയിംസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്ന ഒരു പ്രൈവറ്റ് ലോബി ഈ കേരളത്തിലുണ്ടോ, ആരോഗ്യ മേഖലയിലുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്ലീസ്, അങ്ങയുടെ സമയമാണ് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കും. കാരണം 2014 പ്രഖ്യാപിച്ചിട്ടും ഉചിതമായ ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് ഇതുവരെയും എയിംസ് വരാത്തത്. കേരളത്തിൻ്റെ ഒത്ത നടുക്കായി ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. സാധാരണഗതിയിൽ ഈ ഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൈവശമുള്ള ഭൂമിയാണ്. ദേശീയപാതയോട് ചേർന്ന്, ചാലക്കുടി പുഴയോട് ചേർന്ന് ദേശീയപാതയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ എയർപോർട്ടും ഒക്കെയുള്ള സർക്കാരിൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ ഗവൺമെൻറ്റിന് ഭൂമി ഏറ്റെടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ പണം നഷ്ടം ഈ സ്ഥലം നിർദ്ദേശിക്കാൻ ഉണ്ടാകില്ല. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളും ഭൂമി ഏറ്റെടുക്കാതെ സർക്കാർ ഭൂമിയിൽ തന്നെ എയിംസ് നിർമ്മിക്കാൻ കഴിയും. കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരം, ചാലക്കുടി പുഴ അടക്കം നിരവധിയായിട്ടുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് അനുവദിക്കുന്നതിന് ഈ സഭ സർ, ആരോഗ്യ മേഖലയിൽ എയിംസ് വേണമെന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ലോങ് ഡിമാൻഡാണ് സർ. സർ, വയനാട് ജില്ല മെഡിക്കൽ കോളേജ് അടുത്തിടെ വന്നു. അത് അതിൻ്റെ ശൈശവാവസ്ഥയിലൂടെ ഇപ്പോഴും കടന്നു പോവാണ്. സർ, വയനാട് ചുരം കടന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. തൊട്ടടുത്ത 2 ജില്ലകൾ, തൊട്ടടുത്തതായിരിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടുമാണ്. സർ, വയനാട്ടിൽ എയിംസോ അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ ശ്രീചിത്രയോ അതുപോലെയുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സംവിധാനം വയനാട് ജില്ലയിൽ ഉണ്ടാകാനുള്ളതായിരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രയാസം ഒന്ന് രേഖപ്പെടുത്തുകയാണ്. എയിംസ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ഉള്ളൊരു സ്ഥലമാണ് അത്യാവശ്യമായിട്ടുള്ളത്. അത് കാസർഗോഡ് നിന്നാണെങ്കിലും വയനാട്ടിൽ നിന്നുള്ള ആളുകൾക്കും മലപ്പുറത്തു നിന്നുള്ള ആളുകൾക്കും കോഴിക്കോട് നിന്നുള്ള ആളുകൾക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾക്കും ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലം. കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം മറ്റ് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം മാത്രമല്ല, ആവശ്യവും. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഈ വിഷയത്തിൽ, ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതാണ് സാധാരണഗതിയിൽ സമയം ഏറ്റവും അധികം ചെലവ് വരുന്നത്, പണം ചെലവ് വരുന്നത്. ഇത് സർക്കാരിൻ്റെ കയ്യിൽ തന്നെയുള്ള സ്ഥലമാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം നിർദ്ദേശിച്ച് ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് അനുവദിക്കുന്നതിന് ഈ സഭ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീ ടി വി ഇബ്രാഹിം, 2 മിനിറ്റ്. സർ, ഞാൻ ഈ പ്രമേയത്തെ അനുകൂലിക്കുകയാണ്. അതിപ്പോൾ കുരട്ടിയിലെങ്കിൽ കുരട്ടിയിൽ വരട്ടെ. തൃശ്ശൂരിൽ ഞാനത് കൊണ്ടോട്ടിക്ക് വേണമെന്നോ ഇരിട്ടിയിലേക്ക് വേണമെന്നോ ഒന്നും പറയുന്നില്ല. കിനാലൂരിൽ ഒരു നല്ല പ്രപ്പോസൽ നേരത്തെ ഒരു സമിതി കണ്ടെത്തിയിരുന്നു, കോഴിക്കോട്. അതൊന്നും അങ്ങോട്ടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ദക്ഷിണേന്ത്യയിൽ തന്നെ എയിംസ് കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ച് 13 അങ്ങാണ്ട് എയിംസുകളാണ് ഇന്ത്യ രാജ്യത്താകെ ഉള്ളത്. അപ്പോൾ അതിൽ ദക്ഷിണേന്ത്യയിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്ന് തന്നെയെങ്കിലും വന്നാൽ അത് ഇനിയിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ കേരളത്തിൻ്റെ മധ്യഭാഗമാണ്. അവിടെ ശ്രീ സനീഷ് ജോസഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ കുരട്ടിയിൽ 200 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ അത് കേരളത്തിന് അനുഗ്രഹമാകും. സത്യത്തിൽ എയിംസിൻ്റെ ഒരു താല്പര്യമെന്ന് പറയുന്നത് 1956 അത് ഡൽഹിയിൽ സ്ഥാപിക്കുമ്പോൾ പോലും അത് അന്ന് പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ സ്ഥാപിക്കണമെന്നായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു അത് നിർദ്ദേശിക്കുമ്പോൾ ഇതിൻ്റെ വിഭാവന ചെയ്യുമ്പോൾ പോലും
അത് ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ പിന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഈ ബിധാൻ ചന്ദ്ര റോയ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്, അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് ഡൽഹിയിലേക്ക് പോകാൻ കാരണം. അപ്പോൾ പ്രാദേശികമായി ഇതിൻ്റെ പേരിൽ തല്ലുകൂടുന്നതിലും വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലേക്ക് വരട്ടെ. ആ ഒരു ഇത് പ്രത്യേകിച്ച് മധ്യ കേരളമാണ്, മലബാറിൻ്റെയും തെക്കൻ കേരളത്തിൻ്റെയും മധ്യഭാഗത്ത് എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ്. സത്യത്തിൽ എയിംസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ബിരുദാനന്തര കോഴ്സുകൾക്കപ്പുറത്ത് ഗവേഷണം, ഇപ്പോൾ കേരളത്തിൽ തന്നെ RCC അതുപോലെ തന്നെ ശ്രീചിത്തിര, ഈ 2 ഗവേഷണ സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ മെഡിക്കൽ രംഗത്ത് ശരിക്ക് ഗവേഷണ ഇപ്പോൾ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടിയുള്ള മരുന്ന് കണ്ടെത്തണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ഗവേഷണം അത്യാവശ്യമായ സ്ഥിതിക്ക് അതിനൊന്നൊരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും വരട്ടെ എന്നുള്ളതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. 1952 പിന്നെ സ്ഥാപിതമായി തറക്കല്ലിട്ട് 1956 ഡൽഹിയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഡൽഹിയിൽ തന്നെയെങ്കിലും ഉള്ളത് നമുക്ക് വലിയ അനുഗ്രഹമായി. ഇന്നിപ്പം നാഗ്പൂരിലും മറ്റൊക്കെ ഉണ്ട്, മധുരയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ശരി, അത് എവിടെയെങ്കിലും വന്ന് കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യമായി ഇത് വരികയും അത് ഇവിടെ സനീഷ് ജോസഫ് അവതരിപ്പിച്ച ഈ പ്രമേയം അത് പിന്നെ തൃശ്ശൂരിലെ കുരട്ടിയിലാണെങ്കിൽ അവിടെ 200 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറയുന്നു, ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി കോഴിക്കോട് കിനാലൂരാണെങ്കിലും പ്രശ്നമില്ല, എവിടെയാണെങ്കിലും അത് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അതിനെ ഒരു അതിപ്രാദേശികത്വത്തിൻ്റെ സങ്കുചിതമായ വൃത്തത്തിലേക്ക് കൊണ്ടുപോയി ഈ താല്പര്യത്തെ ഇല്ലാതെയാക്കരുത് എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവായ വികാരമായി മാറണം, ഈ സഭയുടെ ഒരു പൊതുവായ വികാരമാകണം. ആ നിലയ്ക്ക് തന്നെ സനീഷ് ജോസഫിൻ്റെ ഈ പ്രമേയത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി അനുകൂലിക്കണം. മറ്റുള്ള പ്രശ്നങ്ങൾ പലയിടത്തും പ്രാദേശികമായ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ട്, മലബാറിൽ പ്രത്യേകിച്ച് അവഗണനയുണ്ട്, പ്രത്യേകിച്ച് വയനാടുണ്ട്, കാസർഗോഡൊക്കെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് അതിലേറെ ഏറ്റവും ഭീകരമാം വിധം ഞാനൊക്കെ വരുന്ന മലപ്പുറം ജില്ലയിൽ ഈ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും മറ്റ് അസൗകര്യങ്ങൾ വളരെ വലുതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ വലിയ ഒരു അവഗണന ഈ സർക്കാർ വന്നതിന് ശേഷം. ഒരിക്കൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് ബോർഡ് മാറ്റിവെച്ചു എന്നുള്ള, ബോർഡ് മാറ്റിവെച്ചിട്ട് 8-10 കൊല്ലമായി. ഈ ആരോഗ്യമന്ത്രിയും അതിൻ്റെ മുമ്പ് ശൈലജ ടീച്ചറൊക്കെ വന്നു, ഇത് മാറ്റാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ അവഗണനയും ആ പിന്നോക്കാവസ്ഥയും പരിഹരിക്കാൻ വേറെ മാർഗം കണ്ടെത്തുകയും ഇതിനെ സത്യത്തിൽ ഈ സനീഷ് ജോസഫ് അവതരിപ്പിച്ച ഈ പ്രമേയത്തെ ഒറ്റക്കെട്ടായി പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു താല്പര്യമാണ് ഈ സഭയ്ക്കുണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും എൻ്റെ അഭിപ്രായം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എയിംസ് കുരട്ടിയിൽ വരണം എന്ന് പറയുന്ന പ്രമേയത്തെ തത്വത്തിൽ പിന്താങ്ങുകയും. ശ്രീ KM സച്ചിൻ ദേവ്. സാർ, കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നുള്ള പൊതുവികാരത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും. ഒരു വലിയ കാലം എയിംസ് വളരെ പ്രധാനപ്പെട്ട ആവശ്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉയർത്തിയവരാണ് നമ്മളെല്ലാം. നേരത്തെ ഇവിടെ ബഹുമാന്യനായ അംഗം പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതിനുശേഷം സംസാരിച്ച അംഗവും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ UPA ഗവൺമെൻറ് ഉൾപ്പെടെ അധികാരത്തിൽ വന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തും എയിംസ് കേരളത്തിന് അനുവദിക്കുക എന്നുള്ള അനുകൂലമായ നിലപാട് ആ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഏതായാലും 2018 കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നുള്ള പ്രശ്നം വളരെ സജീവമായി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അന്നത്തെ ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായൊരു സ്ഥലം കേരളത്തിൽ കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് സ്ഥലം നേരത്തെ ബഹുമാന്യനായ അംഗം ഉൾപ്പെടെ സൂചിപ്പിച്ച ഇവിടെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായ പരിധിയിൽ വരുന്ന ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഏത് സ്ഥലം അനുവദിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യതകൾ വിശകലനം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാലൂർ ഉൾപ്പെടുന്ന പ്രദേശം 150 ഏക്കറോളം വരുന്ന ഭൂമി വ്യവസായ വകുപ്പിൻ്റെ അധീനതയിലുണ്ടെന്നും ആ ഭൂമിയും അതോടൊപ്പം തന്നെ ആവശ്യമായ ഭൂമി വീണ്ടും കണ്ടെത്താനുള്ള സാധ്യതയും ആ പ്രദേശത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അനുബന്ധ സൗകര്യങ്ങളുടെ കൂടി സാധ്യത സംസ്ഥാന ഗവൺമെൻറ് വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു അഭിപ്രായം എന്നുള്ള നിലയിൽ ഈ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ കിനാലൂർ വ്യവസായ എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന പ്രദേശം
എയിംസിനായി മാറ്റിവെക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി നടത്തിയ കത്തിടപാടിൻ്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു. 11 നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പുറപ്പെടുവിച്ചു. സ്ഥലം ഏറ്റെടുക്കൽ നടപടിയിലേക്ക് പോയി. സർവേ പൂർത്തീകരിച്ചു. ആ പ്രദേശത്തെ സ്ഥലത്തിൻ്റെ വാല്യൂ നിശ്ചയിക്കാൻ, മൂല്യം നിശ്ചയിക്കാൻ ആവശ്യമായ സർക്കാർ നടപടികളിലേക്ക് പോയി. ഈ കാര്യങ്ങളെല്ലാം നടന്ന് മൂല്യം നിശ്ചയിക്കുക എന്നുള്ള, വാല്യൂ നിശ്ചയിക്കുക എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ചാലക്കുടി അംഗം ഇത് പ്രമേയമായി നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. എനിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്, എയിംസ് അനുവദിക്കുക എന്നുള്ള പൊതുവികാരത്തോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുക്കൽ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാരൂർ ഉൾപ്പെടുന്ന പ്രദേശം എയിംസിന് വേണ്ടി അനുവദിക്കുക എന്നുള്ള നിലയിൽ, അത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ എയിംസ് അനുവദിക്കണം എന്നുള്ള ആവശ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഊന്നുന്നത്. നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ കഴിഞ്ഞ നിരവധി ഘട്ടങ്ങളിൽ എയിംസുമായി ബന്ധപ്പെട്ട വലിയ വാദം പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടതായിരുന്നു. ആ കാര്യങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ആ കാര്യങ്ങൾ വളരെ സജീവമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പ്രത്യേകമായി അതിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് എയിംസ് കേരളത്തിന് സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം എന്നൊരു അഭ്യർത്ഥനയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തുകൊണ്ടും അനുയോജ്യമായ ഭരണത്തിലുണ്ടായിട്ടും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? സച്ചിൻ ദേവ്. തീർച്ചയായും ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന കാലത്തും BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലത്തും കേരളത്തിന് എയിംസ് അനുവദിക്കാൻ സന്നദ്ധമായില്ല. പ്രാഥമിക ആരോഗ്യ സംവിധാനം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ജനകീയ ആരോഗ്യ സംവിധാനങ്ങൾ കൊണ്ട് സമ്പന്നമായ, ഏറ്റവും ആരോഗ്യകാര്യങ്ങളിൽ നമ്പർ 1 ആയ നാടാണ് സാർ നമ്മുടെ കേരളം. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ള നിലയിൽ നൂതനമായ ചികിത്സാ സൗകര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തെ പരിഗണിക്കാൻ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകൾ സന്നദ്ധമായില്ല എന്നതിൻ്റെ വലിയ പ്രതിഷേധവും നമ്മളെ എല്ലാം സംബന്ധിച്ചുണ്ട്. ഈ പറഞ്ഞ ഈ കിനാലൂർ ഗവൺമെന്റ് ഇപ്പോൾ പ്രാഥമികമായി നിശ്ചയിച്ചിട്ടുള്ള ഈ കിനാലൂർ ഉൾപ്പെടുന്ന പ്രദേശം, അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ സൗകര്യമാണെങ്കിലും വലിയ യാത്രാ മാർഗങ്ങൾ, റോഡ് ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ വെള്ളവും വെളിച്ചവും, അതോടൊപ്പം പ്രാഥമികമായി അടിസ്ഥാനപരമായി ഒരു സ്ഥാപനം വരുന്നതിന് ഏറ്റവും അനുയോജ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളുമുള്ള പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും എയിംസ് അനുവദിക്കപ്പെടുമ്പോൾ അത് ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാലൂരിലാവും ആവുന്നതാണ് ഉചിതം എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രമേയത്തിന്റെ ഭേദഗതിയായി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി, നിങ്ങൾക്ക് സംസാരിക്കാം. സർ, ബഹുമാന്യനായ പ്രമേയ അവതാരകൻ ചാലക്കുടി അംഗം ശ്രീ സനീഷ് കുമാർ ജോസഫും അതോടൊപ്പം ബഹുമാന്യനായിട്ടുള്ള കാസർഗോഡ് അംഗം ശ്രീ എൻ.എ. നെല്ലിക്കുന്നോ, അതുപോലെ ബഹുമാന്യനായ കൽപ്പറ്റ അംഗം ശ്രീ ടി സിദ്ദിഖും പ്രമേയ അവതാരകൻ തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞു. കാസർഗോഡ് അംഗം അത് കാസർഗോഡ് വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ അവതരിപ്പിച്ചു. അല്ല, അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത്, അതാണ് ധ്വനി, അതായിരുന്നു. കൽപ്പറ്റ അംഗം അത് വയനാട്ടിൽ എയിംസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം അവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട, അപ്പോൾ സാർ ഇതില് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുവികാരം സാർ, കേരളത്തിൽ എയിംസ് വേണം എന്നുള്ളത് തന്നെയാണ്. ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യമാണ്. അതിന് കുറേ ഒരു പതിറ്റാണ്ടിലപ്പുറം നീളുന്ന ഒരു ചരിത്രം കേരളത്തിന്റെ എയിംസ് ആവശ്യവുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ എയിംസ് ആവശ്യം ഉന്നയിച്ചു. അന്ന് പ്രധാനമന്ത്രി ആ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം കേരളത്തോട് സ്വീകരിക്കാം എന്നുള്ളതാണ്. അതിനുശേഷം മുൻ ആരോഗ്യ മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും ഒന്നിച്ച് അദ്ദേഹവുമായി മീറ്റിംഗ് ഞങ്ങൾ ചേരുകയും ആ മീറ്റിങ്ങിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രയോറിറ്റിയായി അല്ലെങ്കിൽ ഒന്നാമത്തെ ആവശ്യമായി നമ്മൾ ഉന്നയിച്ചത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു. ആ കൂടിക്കാഴ്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ആ മീറ്റിങ്ങിലും അതിനുശേഷം കത്തിടപാടിലും കേന്ദ്രം ആവശ്യപ്പെട്ടത്
ഒരു സ്ഥലം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സ്ഥലം വേണം എന്നുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ പറഞ്ഞത് തീർത്തും തെറ്റായ കാര്യമാണ്. ഉചിതമായ സ്ഥലം കാണിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നൽകാത്തത് കൊണ്ടാണ് എയിംസ് അനുവദിക്കാത്തത് എന്നുള്ളത് തെറ്റായ കാര്യമാണ് എന്നുള്ളത് ഈ സഭയെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3-4 വകുപ്പുകളുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിൽ വ്യവസായ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, അങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ട് കിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള 150 ഏക്കർ സ്ഥലം, അതിനൊപ്പം 150 ചില്ലുവാനും സ്ഥലമുണ്ട്, അതുകൂടാതെ ഒരു 40-ലധികം ഏക്കർ സ്ഥലം കൂടി നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അവിടെ 200 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി എയിംസിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. സ്ഥലം മാത്രമല്ല അവരുടെ ആവശ്യം, അവിടേക്ക് റോഡ് ഉണ്ടാകണം, വൈദ്യുതി ഉണ്ടാകണം, വെള്ള സൗകര്യം ഉണ്ടാകണം, മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ 150 ഏക്കർ സ്ഥലം ആരോഗ്യ വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും അത് ആരോഗ്യ വകുപ്പിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്വിസിഷൻ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നതാണ്. സാർ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ നേരിട്ട് പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കേരളത്തിന് എയിംസ് വേണ്ടതാണ്, അടുത്തൊരു എയിംസ് അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിനാണ് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ പെൻഡിങ് ആണെന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് ഈ കാലഘട്ടത്തിലൊക്കെ ഇത് നിരാകരിക്കപ്പെട്ടത് എന്നുള്ളതും ഇത് സഭയുടെ ഒരു പൊതുവികാരമായി, കേരളത്തിൻ്റെ പൊതുവികാരമായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. സാർ, എയിംസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഉൾപ്പെടെ കോഴിക്കോട് ജില്ലാ കളക്ടർ കണ്ടെത്തിയ സ്ഥലം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ തീരുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പ്രസ്തുത സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിനായി റവന്യൂ വകുപ്പിനെയും ഇതിനുവേണ്ട തുക അനുവദിക്കുന്നതിനായി ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഭൂമിയിൽ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാരെ ചുമതലപ്പെടുത്തുകയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് വരികയും ചെയ്തു. ഇതുകൂടാതെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 151 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർ, കൂടാതെ ഭൂമി മറുപടി തീർന്നില്ല. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റെടുക്കേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേശീയപാത, അതോടൊപ്പം തന്നെ കുടിവെള്ളം ഒക്കെ ചേർന്നിട്ടുള്ള ഭൂമിയാണ് പറഞ്ഞത്. സാർ, ഈ വ്യവസായ വകുപ്പിന്റെ സർക്കാരിന്റെ സ്ഥലമാണ്. വ്യവസായ വകുപ്പിന്റെ സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ പേരിൽ നിന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാർ, ഇതുകൂടാതെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൽ 40 ഏക്കർ മാത്രമേ അക്വിസിഷന് ആവശ്യമായിരുന്നുള്ളൂ. അതിൽ പ്രത്യേകമായി രൂപ വകയിരുത്തുകയും 92 ലക്ഷം രൂപ അതിൽ വകയിരുത്തുകയും പ്രാഥമിക ചെലവുകൾക്കായി 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന ഭാഗത്ത് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ അംഗീകൃത ഏജൻസിയായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചുമതലപ്പെടുത്തുകയും പ്രസ്തുത പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, കൂടാതെ ഇവിടെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി അസസ്മെന്റ് നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ പ്രത്യാഘാത പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എയിംസ് വേണമെന്നത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇതിൽ കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് സർ. ഈ ആശയവിനിമയം ഔദ്യോഗികമായി കേന്ദ്രവുമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്കൊരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്ത് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന് അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ അനുമതിക്കായി ധനമന്ത്രാലയത്തിന് ഈ കത്ത് കൈമാറിയിരിക്കുന്നു എന്നുള്ള അത് അതായത് കേന്ദ്രത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച, കഴിഞ്ഞ വർഷമാണ് നമുക്ക് ആ കത്ത് ലഭിച്ചത്. ആ കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സർ. അതുകൊണ്ട് പൊതുവായിട്ടുള്ളൊരു ആവശ്യം കേരളത്തിന് വേണം അതിൽ തർക്കമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. സർ, ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കുരട്ടിയിലാവണം അല്ലെങ്കിൽ കിനാലൂരിലാവണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വല്ല തർക്കങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. കേരളം മുന്നോട്ട് വെക്കുന്ന ഏത് സ്ഥലത്തും കേന്ദ്രം തരാൻ തയ്യാറാണ് എന്നുള്ള വല്ല ഉറപ്പും കിട്ടിയിട്ടുണ്ട് സർ? നമ്മളായി അങ്ങ് നേരത്തെ പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം വളരെ നല്ലൊരു അഭിപ്രായം. നമ്മൾ ഈ പ്രാദേശിക തർക്കങ്ങൾ ഉന്നയിക്കാതെ നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഉചിതമായി കണ്ട ഒരു സ്ഥലം അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
അതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധിച്ചിട്ട് അത് ധനമന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പം സംസ്ഥാനം പ്രപ്പോസ് ചെയ്ത സ്ഥലമാണ് സർ. അതുപോലെ ഈ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ ഇവിടെ പരാമർശിച്ചതുകൊണ്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നവകേരളവുമായി ബന്ധപ്പെട്ട് സർ, ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ റിസർച്ച് നടക്കുന്നുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ പറഞ്ഞു. അദ്ദേഹം എന്തോ ശരി സർ, അദ്ദേഹം പറഞ്ഞത് ശ്രീത്രയിൽ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് കാണാതെ പോകരുത്. RCCയിൽ സർ സർവീസ് സ്കാൻ എന്ന് പറഞ്ഞൊരു ഡിവൈസ് കണ്ടുപിടിച്ചു അവർ ഗവേഷണത്തിലൂടെ. വിപ്ലവകരമായിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്ന, അതായത് മറ്റേത് മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്, ഇത് ഓട്ടോമേറ്റഡ് ആയി ഒരു ക്യാൻസറിന്റെ കോശം പോലും മിസ് ചെയ്യാതെ സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസറിനെ കണ്ടെത്തുന്നതിനും അതിന് ചികിത്സ കൃത്യസമയത്ത് ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഡിവൈസാണ്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് സർ. അതുപോലെ മലബാർ ക്യാൻസർ സെന്റർ ലങ് ക്യാൻസറിനെതിരായ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മലബാർ ക്യാൻസർ സെന്റർ അവർ ആരംഭിച്ചിട്ടുണ്ട് സർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി നിപ്പയ്ക്കെതിരായിട്ടുള്ള നിപ്പ വൈറസിനെതിരായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ നടക്കുകയാണ് സർ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസ് ലാൻസെറ്റിൽ ഉൾപ്പെടെ, അതായത് ആഗോളതലത്തിൽ പ്രശസ്തമായിട്ടുള്ള ജേണലാണ് ലാൻസെറ്റിൽ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസിന്റെ നമ്മുടെ ജേണലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സർ. ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അതായത് നമ്മൾ ഓൾറെഡി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് കാസർഗോഡ് മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. ഈ എയിംസിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നതും ഇപ്പോൾ സമരങ്ങൾ നടന്നു വരുന്നതുമായ ഒരു പ്രദേശമാണ് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡാണ് എയിംസ് കേരളത്തിൽ വേണ്ടത് എന്നുള്ള അഭിപ്രായം അങ്ങയുടെ ഉള്ളിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സാർ, ഈ കാസർഗോഡ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും കാസർഗോഡ് കൂടി പ്രയോജനം ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് സാർ കോഴിക്കോട് നമ്മൾ കണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി MLA പറഞ്ഞ ബോർഡ് മാറ്റിവെക്കുക മാത്രം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരമായോ സബ്മിഷനിൽ മറുപടി പറഞ്ഞത്. പക്ഷേ അങ്ങയുടെ കൊണ്ടോട്ടിയിൽ 33 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ആയിട്ടുണ്ട് സാർ, ാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർ. ഒരു കാര്യം കൂടി, ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് കണ്ട് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി നമുക്ക് അതിന്റെ ആശയവിനിമയം ഒക്കെ ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തിനായിട്ടുള്ള ഒരു പ്രമേയം ഉചിതമാകുകയില്ല. അതുകൊണ്ട് ഈ പ്രമേയ അവതരണത്തെ അനുകൂലിക്കുന്നില്ല സർ. സനീഷ് കുമാർ ജോസഫ് അങ്ങയുടെ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ പ്രമേയം പിൻവലിച്ചിരിക്കുന്നു.